ആ ഡോക്ടർക്ക് റൂട്ട് കനാൽ ചെയ്യാൻ അറിയില്ല. പല്ലുവേദനയുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ പറിച്ചു കളയാറാണ് പതിവ്. പല്ലിനെ സേവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയൊരു കാലഘട്ടമാണത്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ളവരാണ് അത് ചെയ്യുന്നത്. പൊതുവെ ആൾക്കാർ ചോദിക്കുന്നത് അത് വേണ്ട ഡോക്ടറെ, അത് പറിച്ചു കളയാനാണ്. ഒരു 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതിന് കേടുവരാം അല്ലെങ്കിൽ വേദന വരാം എന്നുള്ളൊരു ചിന്ത അറിയാതെ ജനിപ്പിച്ചു. ഒരു 100% സക്സസ് ഉള്ള ചികിത്സയല്ല റൂട്ട് കനാൽ. ഡോക്ടർമാർക്ക് ഈ ചികിത്സയോടുള്ള വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പം 25 വർഷമായിട്ട് പ്രാക്ടീസിലുള്ള ഒരാളാണല്ലോ. ഡോക്ടർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ ഒരുപക്ഷെ 90s അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരിൽ എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത് ആൾക്കാർ? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന്റെ തുടക്ക കാലഘട്ടം, അതായത് കേരളത്തിലെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് 90s ആണ്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ ഇങ്ങനെ പല്ലുവേദനയുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ പറിച്ചു കളയാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനൊരു ചികിത്സയുണ്ട്, ഇങ്ങനെ ചികിത്സ ചെയ്താൽ പല്ല് രക്ഷപ്പെടുത്തി അവിടെ നിലനിർത്താമെന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ചോദിക്കുന്നത് അത് വേണ്ട ഡോക്ടറെ, അത് പറിച്ചു കളയാനാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പറയുന്നത് റൂട്ട് കനാൽ ചികിത്സ അത്ര നല്ലതല്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എൻ്റെ കാരണം അടുത്ത ആൾക്കാർ അന്ന് ഡോക്ടർമാർ പലരും ഇത് ചെയ്യുന്നില്ല. വളരെ സ്പെഷ്യാലിറ്റി ഉള്ളവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 100% സക്സസ് ഉള്ള ചികിത്സയല്ല റൂട്ട് കനാൽ. 98% ഒക്കെയാണ് ഇപ്പോഴും ചികിത്സയ്ക്ക് സക്സസ് റേറ്റ് ഉള്ളൂ. അതാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ നമുക്ക് അന്നത്തെ കാലത്ത് നമ്മളിത് പറയുമ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ റെസിസ്റ്റൻസ്, ഡോക്ടർമാർക്ക് ഈ ചികിത്സയോടുള്ള വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതിന് കേടുവരാം അല്ലെങ്കിൽ വേദന വരാം എന്നുള്ളൊരു ചിന്ത അറിയാതെ ജനിപ്പിച്ചു. അപ്പോൾ അത് മാറാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അന്ന് നമ്മൾ സിങ്ക് ഓക്സൈഡ് യൂജിനോളും സാധാരണ കെട്ടാപ്പറിച്ചൊക്കെ വെച്ചിട്ടാണ് അതിനെ ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ സിൽവർ പോയിന്റ് എന്നുള്ള ഒരു സിൽവർ പോയിന്റ്സ് റൂട്ടിൽ സിൽവർ പോയിന്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു നീഡിൽ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, നീഡിൽ ഒടിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ നമ്മളിത് ഇൻസ്ട്രുമെന്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയൽസ് ആൻഡ് റീമേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ അതുപോലെ തന്നെ സിൽവറിന്റെ പോയിന്റ് വെച്ചിട്ടാണ് അന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റൂട്ട് കനാൽ ഇങ്ങനെ ചെറിയ ഇതായ ഏരിയയിൽ അവസാനം അതിന്റെ നമ്മുടെ ടക്ക് ബാക്ക് കിട്ടുന്ന ഏരിയയിൽ വരെ കൊണ്ടുപോയി ഒട്ടിച്ച് വെക്കണമല്ലോ. അത് ടെക്നിക് സെൻസിറ്റീവ് ആണ്. അപ്പൊ അന്ന് ഈ ടെക്നിക് സെൻസിറ്റിവിറ്റിനെയൊക്കെ ഡോക്ടർമാർ തന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഈ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഡോക്ടർക്ക് റൂട്ട് കനാൽ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ വിസ്റ്റൺ ടൂത്ത് എടുത്ത് വേണ്ട പല റൂട്ട് കനാൽ ചെയ്യേണ്ട കാര്യമില്ല, അത് പറിച്ച് കളഞ്ഞാൽ മതി എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻസ് പറയും ഡോക്ടർക്ക് അത് അറിയാൻ പാടില്ലായിട്ടാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമായി. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചോളം പല്ലിനെ സേവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറിയൊരു കാലഘട്ടമാണത്. അപ്പോൾ അന്നത്തെ ആക്സെപ്റ്റൻസ് അല്ല ഇന്ന്. ഡോക്ടർമാരും സ്പെഷ്യാലിസ്റ്റുകളും എല്ലാവരും റൂട്ട് കനാൽ ചികിത്സയെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഒറിജിനൽ പല്ലിനെ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിന് സാധിക്കുന്ന ഒരേ ഒരു ചികിത്സ റൂട്ട് കനാൽ ചികിത്സയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു 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 ഇമ്പോർട്ടൻസ് റൂട്ട് കനാൽ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് 99% വരെ സക്സസ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, സയൻസും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്കും പ്രേക്ഷകർക്കും ഉള്ള ഉത്തരവാദിത്തം ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ? ശരിയാ.